സഹനത്തിന്റെ സന്ദേശവും സൗഹൃദത്തിന്റെ തക്ബീർ ധ്വനികളുമായി ശനിയാഴ്ച മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. പള്ളികൾക്ക് പുറമെ പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ സന്ദേശം പകരുന്ന ബലിപ്പെരുന്നാൾ ആത്മത്യാഗത്തിന്റെ അനുസ്മരണം കൂടിയാണ്. പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവപ്രീതിക്കായി ബലിയിറക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നായ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പരിസമാപ്തി കൂടിയാണ് ബലിപ്പെരുന്നാൾ. സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായ ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഇബ്രാഹിം നബിയുടെ ജീവിതം സ്വന്തം ജീവിതത്തിലും പാലിക്കാൻ മുസ്ലിം ലോകം തയ്യാറാകണമെന്ന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ലോകമെങ്ങും ഇസ്ലാമിക സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സൃഷ്ടാവിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാം, ഹാജറ ബീവി റളിയല്ലാഹു അൻഹു, ഇസ്മായിൽ അലി ഇസ്ലാം, അവരുടെ ആ ഒരു ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ചാണ് നാം ഈ അവസരത്തിൽ ഓർക്കുന്നത്. സമർപ്പണത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമുന്നതമായ സന്ദേശങ്ങളാണ് ബലിപ്പെരുന്നാൾ സമൂഹത്തിന് നൽകുന്നത്. പരിശുദ്ധമായ ഹജ്ജിൻ്റെ അതിമനോഹരമായ സവിശേഷതയും ബലിപ്പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ്. ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസി സമൂഹത്തിന് ബലിപ്പെരുന്നാൾ വലിയൊരു കരുത്താണ്. ഗസയിൽ പിടഞ്ഞു വീഴുന്ന പിഞ്ചുമക്കൾ, നിരപരാധികളായ സഹോദരി സഹോദരങ്ങൾ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നവർ, രോഗികളും, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ആഘോഷവേളയിൽ കുടുംബബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സ്നേഹവും സൗഹൃദവും കാരുണ്യവും സമാശ്വാസം നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പതിവ് പോലെ പള്ളികൾക്ക് പുറമെ പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. ഇതിനു ശേഷമായിരിക്കും ബലി അറുക്കൽ നടക്കുക. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.